നീർദോശ എന്നറിയപ്പെടുന്ന നമ്മുടെ നേരിയ ദോശയാണ് ഇന്നത്തെ ചായക്കടി. അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഉരുളക്കിഴങ്ങ് മസാലയും. അരി ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചു. ഇപ്പോൾ രാവിലെ അതിൻ്റെ കൂടെ കുറച്ച് ചോറ്, 2 സ്പൂൺ ചോറ്, കുറച്ച് തേങ്ങ, ഒരു ഉള്ളി വേണമെങ്കിൽ ഇട്ടാൽ മതി, ഉപ്പും വെള്ളവും ചേർത്ത് അരച്ചെടുക്കുക. ചോറ് അധികമായി പോകാൻ പാടില്ല, അധികമായാൽ പിന്നെ ഇത് വാങ്ങിയെടുക്കാൻ കിട്ടൂല. ഇപ്പോൾ കുറച്ച് നേരിയതായിട്ട് വളരെ ലൂസായിട്ടാണ് കലക്കുന്നത്. പിന്നെ കല്ല് ചൂടാൻ മണ്ണ് പുരട്ടിയിട്ട് കോരി ഒഴിക്കുക. കണ്ണൂരുകാരുടെ പ്രിയപ്പെട്ട ഒരു വിഭവമായിരിക്കും നീർദോശ. നമ്മൾ നേരിയ ദോശ അല്ലെങ്കിൽ അരച്ചപാട് ചൂടുന്ന ദോശ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ദോശയാണ്. കർണാടകത്തിലെ നീർദോശ. അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഉരുളക്കിഴങ്ങ് മസാലയാണ്. ഏത് കറീൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ദോശ. ചിക്കൻ കറി, മീൻ കറി, കടലക്കറി എല്ലാത്തിൻ്റെയും കൂടെ. അപ്പോൾ കടുകും ഉഴുന്നുപരിപ്പ്, ജീരകവും പൊട്ടിച്ചു, ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്തു, ഒരു കഷ്ണം ഇഞ്ചിയും സവാളയും കറിവേപ്പിലയും ചേർത്ത് വഴറ്റി അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടു. നന്നായി വഴന്നതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നന്നായി ഉടച്ചെടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഞെരടി പിഴിഞ്ഞിട്ട് അതിൻ്റെ പാലൊഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ വളരെ കുറച്ച് ഒഴിച്ചിട്ടില്ല. അങ്ങനെ ഉരുളക്കിഴങ്ങ് മസാല റെഡി.